കുട്ടി എന്റെ വാലന്റൈൻസ് ഡേ എന്റെ കൊച്ചാന്റെ കുഞ്ഞിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമുക്ക് അതിനൊരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളൊരു കലണ്ടർ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? ഇത് കഴിയാറായിട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും എൻ്റെ അടുത്ത് നിന്ന് ഇത്തി എവിടെയെന്ന്. എൻ്റെ ഇത്തി ഒരു അത്യാവശ്യത്തിന് എവിടെ വരെ ഒന്ന് പോയതാ ഇത്തിയുടെ വീട്ടിലൊക്കെ. അപ്പോൾ അവൾ ഇപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലൊന്നും അവൾക്ക് കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് തീരാറായിട്ടുണ്ട്. അപ്പം വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഗിഫ്റ്റാണ്. വാലന്റൈൻസ് ഡേക്കും കൊടുക്കാം, ആനിവേഴ്സറിക്കും കൊടുക്കാം, എല്ലാത്തിനും കൊടുക്കാം. നല്ല സിമ്പിൾ ഗിഫ്റ്റ്സ് ആണിത്. എന്ത് രസമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ക്രയോൺസ്, സ്കെച്ച്, ഒരു പെന്നല്ല പെൻസിലും, പിന്നെ ഒരു A4 ഷീറ്റ് വെക്കും. ഇത്രയും സാധനങ്ങൾ മതി ഇങ്ങനെ ഒരു കിടിലം ഇതുണ്ടാക്കിയെടുക്കണം. ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. ഇത് സ്പീഡി ചെയ്തുകൊണ്ടാണ് ഒരാൾ ജോലി ചെയ്യാമെന്ന് ഇപ്പോഴൊന്നും ചെയ്യത്തില്ല. മെയിനായിട്ട് എൻ്റെ കാര്യമാണ്. ഒരു ബ്രൗൺ ഫസ്റ്റ് തന്നെ സ്കെച്ച് ബ്രൗൺ എടുക്കാം. എൻ്റെ കൊച്ചാൻ്റെയും കുഞ്ഞിൻ്റെ ആനിവേഴ്സറിയാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഇനി പറയേണ്ട ആവശ്യമൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാം കുറവായി ഇതും കൂടെ പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ ഉണ്ടാക്കത്തില്ല. ഞാൻ കുറേ ഉണ്ടാക്കി, പിന്നെ ലാസ്റ്റ് ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് നടത്തുമെന്നും പറഞ്ഞാൽ ശരിയാണെന്ന് വെച്ച് ഉണ്ടാക്കിയത്. ഇതും കൂടെ കുറവായി എനിക്ക് വയ്യാറുണ്ട്. പെട്ടെന്ന് വരാറുണ്ട്. നമുക്കിനി വേറൊരു ഡിസൈൻ കൊടുക്കാം. ഡിസൈൻ കൊടുക്കാനായിട്ട് മെയിനാണ് പിങ്ക് വെച്ച് തന്നെ കൊടുക്കാം. ഡിസൈൻ ഇത് ബ്ലാക്കാണ് നല്ലത്, സാരില്ല. പിങ്കും ബ്ലൂവും വെച്ച് കൊടുക്കാം. ഒരുപാട് ഡെക്കറേഷനായിട്ട് ഇറങ്ങരുത്. വെള്ളം കുളവായി കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം കുറച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ശരിയായെങ്കിൽ നമ്മൾ വീഡിയോ എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പണി കിട്ടും. നമ്മൾ ചെയ്യും, ശരിയായിട്ട് പിന്നെ ശരിയായല്ലോ ഇനി നമുക്ക് വീഡിയോ എടുക്കാം എന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ പോകാമായിരിക്കും. അതാണ് അതവസ്ഥ. ഞാൻ വെറുതെ പറയുമല്ലോ, എനിക്ക് ഇപ്പോൾ കുറേ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴും അനുഭവം ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നേരം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ ചെയ്തിട്ട് റെഡിയായെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ. റെഡിയാക്കി അപ്പം എന്താണ് ആനിവേഴ്സറിന് കൊടുക്കാം. ഹാപ്പി ആനിവേഴ്സറി നമ്മൾ തുറന്ന് അത് നമ്മളുടെ ഇങ്ങനെ ഒരു A4 ഷീറ്റാണ് ഉള്ളത്. അത് മടക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ തുറന്നിട്ട് ഹാപ്പി ആനിവേഴ്സറി നൽകാം. വെച്ചില്ലാതെ അപ്പം ഞാൻ എന്താ ഉണ്ടാക്കിയ ഐറ്റം ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയേഴ്സ്. ഇഷ്ടമെങ്കിൽ കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടവർ ഒരു റെഡ് ഹാർട്ടും കൂടെ കമൻറ്റ് അയക്കണേ. അതുണ്ടോ ആക്രസാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തു കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ ഐറ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്